യാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്റെ സമുദായമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ പറയുകയാണ്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഈ ഉമ്മത്തിന് മേലിൽ നിന്നെ സാക്ഷിയായി നാം കൊണ്ടുവരുമ്പോൾ എന്ന വാക്ക് കേട്ടപ്പോൾ പ്രവാചകന്റെ നിയന്ത്രണം വിട്ടുപോയി. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താരതാരയായി ഒഴുകുകയാണ്. പ്രവാചകനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ പ്രവാചകൻ സിറാത്ത് പാലത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, യാ റബ്ബ് രക്ഷിതാവേ, സല്ലിം സല്ലിം, എന്റെ ഉമ്മത്തിനെ നീ എളുപ്പമാക്കി കൊടുക്ക് റബ്ബേ, എന്റെ ഉമ്മത്തിനെ നീ എളുപ്പമാക്കി കൊടുക്ക് റബ്ബേ. അപ്പാലം കിടക്കുന്ന മുഅ്മിനീങ്ങൾ അതിന്റെ അപ്പുറത്ത് ഒരു വലിയ പൂന്തോട്ടത്തിൽ, ഒരു വലിയ തോട്ടത്തിൽ, ഒരു വലിയ മൈതാനിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കാത്തു നിൽക്കും. മനുഷ്യവംശത്തിൽ ആദ്യമായി സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് പ്രവാചകന്റെ ഉമ്മത്താണ്. പാലം കടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്തേക്ക് വരുമ്പോ ഉമ്മത്ത് തക്ബീർ കൊണ്ട് സ്വീകരിക്കുമെന്നാണ്. എന്നിട്ട് അവിടെ അങ്ങോട്ട് സ്വർഗ്ഗത്തിലേക്ക് ഒരു യാത്രയുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ യാത്രയിൽ ഒരു പങ്കാളിയാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. വല്ലാത്തൊരു യാത്ര, പ്രവാചകന്റെ കൂടെ ഒരു യാത്ര. ആ യാത്രയെ കുറിച്ച് സൂറത്ത് സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ പ്രവാചകന്റെ കൂടെ കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിലേക്ക് അടുക്കുമ്പോ, സ്വർഗമാകുന്ന മഹാപ്രപഞ്ചത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് അടുക്കുമ്പോ, ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാം. പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ ഉമ്മത്ത് സ്വർഗ്ഗത്തിന്റെ വാതിലിലേക്ക് അടുക്കുമ്പോ ആ വാതിലതാ തുറക്കപ്പെടുകയാണ്. അവിടെയുള്ള മാലാഖമാരെ, കാവൽ മാലാഖമാര് പറയുകയാണ്, സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും, സമാധാനമാണ് നിങ്ങൾക്ക്, സമാധാനമാണ് നിങ്ങൾക്ക്, സമാധാനമാണ് നിങ്ങൾക്ക്. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുമെന്നാണ്, എന്നേക്കുമായ അനശ്വരമായ സുഖം അനുഭവിച്ചുകൊണ്ട്. എന്നാൽ സഹോദരങ്ങൾ, സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, അവരോട് മലക്കുകൾ ചോദിക്കുമെന്നാണ്, അലം യഅതികും നദീർ, അലം യഅതികും നദീർ, അല്ലയോ മനുഷ്യരെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ, പ്രവാചകന്മാര് വന്നിട്ടില്ലേ, പ്രബോധകന്മാര് വന്നിട്ടില്ലേ, മനുഷ്യരെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഈ ഭീകരമായ നരകത്തെ കുറിച്ച്? അവർ പറയുകയാണ്, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. വന്നിരുന്നു, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു, നിഷേധിച്ചു കളഞ്ഞു ഞങ്ങൾ. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ, അല്ലാഹൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് കണ്ണടച്ച് ഞങ്ങൾ നിഷേധിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇന്നേ ദിവസം ഞങ്ങൾ ഇതാ നരകത്തിലേക്ക് ആവതിക്കുകയാണ്, നരകത്തിലേക്ക് വന്നിരിക്കുകയാണ്. മനുഷ്യർ രണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷനുകളിലേക്ക്, യാത്രയുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് മനുഷ്യർ പോകുകയാണ്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വർഗവാസികളിൽ പെടുത്തണേ അല്ലാഹ്. ആ സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ കൂടെ പോകുന്ന മഹാന്മാരായ ഭാഗ്യവാന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ, പ്രവർത്തിക്കണം എപ്പോഴും. ആ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളുടെ രൂപത്തെക്കുറിച്ച്, അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന മാളികയെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന ഇണകളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന ഫലവർഗ്ഗങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന പാനീയങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന തടാകങ്ങളെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന നീരുറവകളെ കുറിച്ചോ, അവർക്ക് ലഭിക്കുന്ന പൂന്തോട്ടങ്ങളെ കുറിച്ചോ, അവർക്ക് ലഭിക്കുന്ന അരുവികളെ കുറിച്ചെല്ലാം പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. സുബ്ഹാനല്ലാഹ്. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ
ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കതീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുർശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിൽ, തിങ്ങി നിറഞ്ഞ വാഴത്തോപ്പുകളിൽ, കടുംപച്ചയണിഞ്ഞ പൂന്തോട്ടങ്ങളിൽ, ഉയർത്തിവിരിക്കപ്പെട്ട പരവതാനികളിൽ, പരന്നു നിൽക്കുന്ന മണിമാളികകളിൽ, പൂന്തോട്ടങ്ങളിൽ, അരുവികളിൽ അവർ വിഹരിക്കുന്നതാണ്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞതാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എന്താണ്? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളോളം വിസ്തൃതിയുള്ള സ്വർഗമാകുന്ന ഭവനത്തിലേക്ക് നിങ്ങൾ ഓടിയടുക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആകാശഭൂമികളോളം വിസ്തൃതിയുണ്ട്. ഖുർആനിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയുക? ഞാനിത് എന്റെ ഓർമ്മയിൽ, ഞാൻ ഇതേ സ്ഥലത്ത് കഴിഞ്ഞ വട്ടം സംസാരിച്ചപ്പോഴും എന്തോ മടക്കയാത്രക്ക് ഒരുങ്ങുക എന്ന വിഷയമാണ് സംസാരിച്ചത്. എന്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞാൽ ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും കേട്ട ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒന്നുകൂടി പറയാം. പരിശുദ്ധ ഖുർആനിൽ ഖുർആനിന്റെ ആയത്തുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? ഒരേ ആയത്ത് കൊണ്ട് അതിബുദ്ധിമാന്മാരോടും സംസാരിക്കും, നിരക്ഷരനായ സാധാരണക്കാരനായ മനുഷ്യരോടും സംസാരിക്കും. ഇവിടെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളോളം ഭൂമികളോളം വിസ്തൃതിയുള്ള സ്വർഗ്ഗത്തിലേക്ക്. സ്വർഗ്ഗത്തിന്റെ വിസ്തൃതി പറഞ്ഞത് അല്ലാഹ്. ഒരു സാധാരണക്കാരൻ മഞ്ചേരി അങ്ങാടി മാത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ എടവണ്ണയിൽ ഒരു ഗ്രാമത്തിൽ മാത്രം ജീവിച്ചിട്ടുള്ള സാധാരണക്കാരൻ, ആ സാധാരണക്കാരനെ കുറിച്ച് കേരളം എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ്. കേരളത്തിനും അപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അതിനും വലിയൊരു ലോകമാണ്. ഈ ലോകം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം 7 ഭൂഖണ്ഡങ്ങളുള്ള, സപ്തസാഗരങ്ങളുള്ള വലിയൊരു സംഭവമാണ് ഈ ലോകം. ഖുർആൻ ഈ ലോകത്തെക്കാൾ വലുതാണ് സ്വർഗം എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വർഗത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ്. എന്നാൽ 10,000 കോടി കിലോമീറ്റർ അപ്പുറത്ത് കറങ്ങുന്ന ഉപഗ്രഹത്തെ ഇവിടെ വെച്ച് നോക്കിക്കാണുന്ന, അതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോട് കൂടിയാണ് ഖുർആൻ സംസാരിക്കുന്നത്. അവർക്ക് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്നറിയാം. അവരോട് ഖുർആൻ പറഞ്ഞത് ആകാശങ്ങളോളം വിസ്തൃതിയുണ്ട്. ആകാശങ്ങളോളം. ഒന്നാം ആകാശത്തിന് കീഴിലുള്ള വിസ്തൃതി എന്താണെന്ന് നിങ്ങൾക്കറിയോ? വളരെ എളുപ്പത്തിൽ, വളരെ വേഗതയിൽ ഞാനൊന്ന് പറഞ്ഞു പോവാ. ഒന്നാം ആകാശത്തിൽ, അതായത് ആകാശത്തിന്റെ കീഴിലുള്ള ഈ സൃഷ്ടി പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ചം 4% മാത്രമാണ്. എത്ര? 4%. വെറും 4%. മനുഷ്യൻ അവന്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ച്, മനുഷ്യൻ അവന്റെ സാങ്കേതിക വിദ്യകളും ബുദ്ധിയും ഗവേഷണവും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയത് 4%. ഈ 4% കോടാനുകണക്കിന് ഗാലക്സികളുണ്ട്. ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് മിൽക്കി വേ ഗാലക്സി. അതായത് മിൽക്കി വേ ഗാലക്സിയുടെ ചുറ്റിലും 4 ചുഴികളുണ്ട്. ഓറിയോൺ, സജിറ്റേറിയൻസ്, പെർസെയസ്, ക്രെക്സിസ്, എൻഡോറസ്. ഈ ഓറിയോൺ ചുഴിയുടെ അങ്ങേയറ്റത്ത് ഒരു പൊട്ടുപോലെ നിൽക്കുന്ന ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8ഓളം വരുന്ന ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ഭൂമി. ആലോചിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഈ ഒരു മിൽക്കി വേ കോടിക്കണക്കിന്, മനുഷ്യൻ കണ്ടുപിടിച്ച 4% ഉള്ള കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു ചെറിയ ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിച്ചെത്താനുള്ള വഴിദൂരം എത്രയാണെന്നറിയോ? 2 ലക്ഷം പ്രകാശ വർഷം. അത്രയേ ഉള്ളൂ അല്ലേ? അങ്ങനെ ഒന്നുണ്ടോ? 2 ലക്ഷം പ്രകാശ വർഷം കേൾക്കുമ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ തോന്നണ്ട. എന്നാൽ ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിന്റെ പരിധിയല്ല, ഒരു ദൂരത്തിന്റെ പരിധിയാണ്. ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ പോകുന്നറിയോ? എത്ര പോകും? ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിക്കും. കണ്ണൂരിൽ നിന്ന് ഇവിടേക്ക് എത്ര കിലോമീറ്റർ ആണെന്നറിയോ? ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ 134 കിലോമീറ്റർ ആണ് കണ്ണൂരിൽ നിന്ന് മഞ്ചേരി. കണ്ണൂർ ടൗണിൽ നിന്ന് മഞ്ചേരി അങ്ങാടിയിലേക്ക് 134 കിലോമീറ്റർ. അതിൽ ഗൂഗിൾ പറയുന്ന ട്രാവൽ ഡ്യൂറേഷൻ എത്രയാണെന്നറിയോ? 4 മണിക്കൂറും 10 മിനിറ്റും. എത്ര സഞ്ചരിക്കാൻ? 134 കിലോമീറ്റർ സഞ്ചരിക്കാൻ 4 മണിക്കൂറും 10 മിനിറ്റും. 3 ലക്ഷത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന് വേണ്ട സമയം 1 സെക്കൻഡ്.
ഈ പ്രകാശം ഒരു മിനിറ്റ് മുഴുവൻ സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക, ഇതെത്ര ദൂരം പിന്നിടും? ഇതേ പ്രകാശം ഒരു വർഷം മുഴുവൻ നിരന്തരമായി സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക, ഈ പ്രകാശം പിന്നിടുന്ന ദൂരമുണ്ടല്ലോ, ഈ പ്രകാശം കവർ ചെയ്യുന്ന ദൂരമുണ്ടല്ലോ, ആ ദൂരത്തിനെയാണ് 1 ലൈറ്റ് ഇയർ, ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണം. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം മുഴുവൻ സഞ്ചരിച്ച് പിന്നിടുന്ന ദൂരത്തെയാണ് 1 ലൈറ്റ് ഇയർ, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. മനുഷ്യൻ കണ്ടുപിടിച്ച 4% കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒരു കുഞ്ഞു ഗാലക്സിയായ മിൽക്കി വേയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിച്ചെത്താനുള്ള ദൂരം എത്രയാണ്? 2 ലക്ഷം പ്രകാശവർഷം. 2 ലക്ഷം പ്രകാശവർഷം. അതായത് മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് പ്രകാശത്തിന്റെ അതേ വേഗതയിൽ ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ഒരു വണ്ടി കണ്ടുപിടിച്ചാൽ, ലളിതമായി ഞാൻ പറയാണ്, ഒരു വണ്ടി അതെടുത്തു പോയാൽ ഒറ്റ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പോകും എന്ന് പറഞ്ഞ ഒരു വണ്ടി കണ്ടുപിടിച്ചാൽ, ആ വണ്ടി എടുത്തിട്ട് മിൽക്കി വേയുടെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തണമെങ്കിൽ 2.5 ലക്ഷം വർഷം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം. 2 ലക്ഷം വർഷം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം. 4 എത്ര വലുതാണ് ഈ ഒരു ഗാലക്സി? ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ കൂടിയതാണ്, കോടിക്കണക്കിന് ഗാലക്സികൾ കൂടിയതാണ് മനുഷ്യൻ കണ്ടെത്തി 4% പ്രപഞ്ചം. കാണാൻ കിടക്കുന്ന പ്രപഞ്ചം എത്ര ഉണ്ട് എന്ന് മനുഷ്യൻ അറിയില്ല. ഈ 4% പറയുന്ന ഒരു ഗസ്സാണ്, ജസ്റ്റ് ഒരു ഊഹാപോഹം. എത്ര ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇത് 1-ാം ആകാശത്തിന്റെ കീഴെയുള്ളതാണ്. 1-ാമത്തെ ആകാശത്തിന്റെ താഴെ അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ്? അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ്? അതിന്റെ അപ്പുറത്തുള്ള ലോകം എത്രയാണ്? 7 ആകാശങ്ങൾ വരെ പരന്നു കിടക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം എത്രയാണ്? അള്ളാഹുവിന്റെ സൃഷ്ടിവിധാനത്തിന്റെ മഹാത്ഭുതം എത്രയാണ്? പറയാൻ നമുക്ക് കഴിയില്ല. ഇതാണ് പറഞ്ഞത്, മനുഷ്യൻ ചെറുതാണ്, മനുഷ്യന്റെ ബുദ്ധി ചെറുതാണ്, മനുഷ്യന്റെ ആലോചനാശേഷി ചെറുതാണ്. വളരെ കുറച്ചല്ലാതെ മനുഷ്യൻ അറിവ് നൽകപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ വാക്ക് ഇവിടെയാണ് പ്രസക്തമാകുന്നത്. എന്നാൽ ഈ ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിസ്തൃതമാണ് സ്വർഗം. സ്വർഗത്തിന്റെ വ്യാപ്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഹദീസ് ഉണ്ട്, സ്വർഗത്തിലേക്ക് അവസാനമായി കിടക്കുന്ന മനുഷ്യന്, ഏറ്റവും ലാസ്റ്റ് വരുന്ന മനുഷ്യന്, അത് ഏറ്റവും ചെറിയ ദർജയായിട്ട് അല്ലാഹു കൊടുക്കുന്ന എന്താ അറിയോ? ഈ ഭൂമി അതിന്റെ 10 ഇരട്ടി. ഈ ഭൂമി അതിന്റെ 10 ഇരട്ടി. അവിടെ ആ സാമ്രാജ്യത്തിലെ രാജാവാണ് അയാൾ, അയാൾക്കുള്ളതാണ് അവിടെ ഉള്ളതെല്ലാം. അവിടെയുള്ള കൊട്ടാരങ്ങളും മണിമാളികകളും തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും മരുവികളും കെട്ടിട സമുച്ചയങ്ങളും പ്രജകളും സ്ത്രീകളും എല്ലാം അവിടെയുള്ളത് അയാൾക്കുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യനെ ലഭിക്കാൻ പോകുന്ന ആ സ്വർഗത്തിന്റെ വ്യാപ്തി എത്രയായിരിക്കും? അല്ലാഹു അഅലം. സ്വർഗത്തിലെ ഒരു മാളികയുടെ വലിപ്പത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? അത് 30 മൈൽ ഉണ്ടായിരിക്കും. 30 മൈൽ, ഏകദേശം 40 കിലോമീറ്ററിന് അടുത്ത് വരും. 30 മൈൽ. ഭൂമിയിലെ ഇന്നുള്ള ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ വലിപ്പം എത്രയാ? ബുർജ് ഖലീഫ 1 കിലോമീറ്ററിന് കുറച്ച് താഴെയാണെന്നതാണ് എന്റെ ഓർമ്മ, കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ബുർജ് ഖലീഫന്റെ ചിലപ്പോൾ അതിന്റെ പകുതി മേഘത്തിന്റെ മേലെയായിരിക്കും. കണ്ടിട്ടത് ബുർജ് ഖലീഫയുടെ ഏകദേശം 1/4 ഭാഗങ്ങൾ മേഘം വന്ന് മൂടാറുണ്ട്. അതിന്റെ താഴെ നിങ്ങൾ മേലോട്ടൊക്കെ തല കറങ്ങും. പലപ്പോഴും അതിന്റെ ഏറ്റവും മുകളിൽ കയറി താഴേക്ക് നോക്കിയാൽ താഴെ കാണാൻ പറ്റില്ല, മേഘമായിരിക്കും. ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ മാളിക എന്ന് പറയുന്നത് 30 മൈൽ ഉയരമുള്ളതാണ്. സ്വർഗത്തിലെ ഒരു മരത്തണൽ അത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ 100 വർഷം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ സഞ്ചരിക്കണം. അത്രക്ക് വലുതാണ് സ്വർഗത്തിലെ ഒരു മരം. ഇതൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നാൽ അതിശയോക്തിയല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹു നൽകാൻ പോകുന്ന യാഥാർത്ഥ്യം. ആ സ്വർഗത്തെ കുറിച്ച് നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞതാണ്. വളരെ ലളിതമായ ഭാഷയിൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന മുഅ്മിനീങ്ങളുടെ വേഷത്തെ കുറിച്ച്, രൂപത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? 60 അടി ഉയരമുണ്ടായിരിക്കും എല്ലാവർക്കും. 60 അടി എന്ന് പറയുമ്പോ ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ ഉയരം എത്ര? 8 അടി. മാക്സിമം പോയാൽ 8 അടിയുള്ള മനുഷ്യനെ തന്നെ കൊന്ത നോക്കുന്ന പോലെ നോക്കേണ്ടി വരും. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ഉയരം 60 അടിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പടച്ചോനെ രാക്ഷസന്മാരെ പോലെ ഉണ്ടാവില്ലേ? ഇല്ല, അതാണ് അവിടുത്തെ സൗന്ദര്യം. ആ ഉയരം സുഖങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിക്കാൻ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർക്ക്, മുഅ്മിനീങ്ങൾക്ക് താടി ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിവിടെ താടി വെക്കണം. സ്വർഗത്തിൽ പോകുമ്പോ താടി ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ താടി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്തിട്ട് ആഴ്ചക്ക് പോയിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കളയരുത്. പ്രവാചകന്റെ സുന്നത്താണ്, പ്രവാചകൻ പഠിപ്പിച്ചെന്നതാണ്.
ആ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമതായി നൽകുന്ന വിഭവം കബ്ദുൽ ഹൂത്, മീനിന്റെ കരളാണ്. അപ്പൊ ചില ആളുകൾ പറയും, മീനോ, ഞാൻ മീൻ തിന്നലില്ലല്ലോ. അത് ഇവിടത്തെ മീൻ, അവിടത്തെ മീൻ വേറെ, സ്വർഗത്തിലെ മീൻ വേറെയാണ്. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് എണ്ണി തന്നിട്ടുണ്ട്, എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ഇണകളെ കാണുമെന്നാണ്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും അവരുടെ ഇണകളെ, അവിടെയുള്ള അള്ളാഹു അവർക്ക് വേണ്ടി പടച്ചു വെച്ച ഇണകളെ കാണുമെന്നാണ്. ആ ഇണകളെ കാണുമ്പോ ആദ്യത്തെ കാണുന്ന മാത്രയിൽ അവർ ആലിംഗനത്തിൽ ഏർപ്പെടുമെന്നാണ്. ആലിംഗനത്തിന്റെ ദൈർഘ്യം 60 വർഷമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെല്ലാം ആസ്വദിക്കാനുള്ളതാണ്. സ്വർഗത്തിൽ മറ്റൊരു പണിയില്ല. ഇപ്പൊ സ്വർഗത്തിൽ നമ്മളൊരു പൂവ് കാണാൻ 1 മാസം ആ പൂവ് നോക്കി അവിടെ ഇരിക്കും ആസ്വദിച്ചിട്ട്. വേറെന്താ പണി? ഇവിടെയല്ലേ നമുക്ക് സമയത്തിന്റെ പരിമിതികളും പരിധികളും ഉള്ളത്. സ്വർഗത്തിൽ ആസ്വദിക്കാൻ മാത്രമുള്ളതാണ്, സ്വർഗത്തിൽ ആനന്ദിക്കാൻ മാത്രമുള്ളതാണ്. അത്രയും ആനന്ദ തിമിർപ്പിലുള്ള ഒരു സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാം നിങ്ങൾ? സ്വർഗത്തിൽ ഒരു മുഅ്മിനിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, സ്വർഗവാസികൾ സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ പെട്ടെന്നൊരു അറിയിപ്പുണ്ടാകുമെന്നാണ്. ആ അറിയിപ്പ് സ്വർഗവാസികളെല്ലാം ഒരു താഴ്വരയിൽ ഒരുമിച്ച് കൂടണമെന്ന അറിയിപ്പ്. എന്നാൽ ഇന്ന് താഴ്വരയിൽ സ്വർഗവാസികളെല്ലാം വരണം. അവിടെ സ്വർഗവാസികൾ തങ്ങളുടെ മണിമാളികകളിൽ നിന്നും വീടുകളിൽ നിന്നും പൂന്തോട്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും. എന്നിട്ടോ അവർ ആ താഴ്വരയിലേക്ക് യാത്രയാകും. എങ്ങനെയാണ് അവരുടെ യാത്ര? അല്ലാഹു അലം. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല. അവിടത്തെ കുറിച്ച് വിഭാവന ചെയ്യാൻ ഒരു മനുഷ്യ ഹൃദയത്തിന് കഴിയില്ല. വാഹനത്തിലായിരിക്കോ, പറന്നിട്ടായിരിക്കോ, നടന്നിട്ടായിരിക്കോ, എങ്ങനെയാണ്? അല്ലാഹു അലം. സ്വർഗവാസികൾ മുഴുവൻ ആ താഴ്വരയിലേക്ക് യാത്രയാകുമെന്നാണ്. ആ താഴ്വരയിൽ അവരവിടെ എത്തുമ്പോ സുന്ദരമായ കുറെ ഇരിപ്പിടങ്ങൾ അവിടെ കാണും. സ്വർണ്ണ പതക്കത്തിന്റെയും വെള്ളിയുടെയും കസ്തൂരിയുടെയും ഇരിപ്പിടങ്ങൾ സ്വർഗത്തിൽ അവർ കാണുമെന്നാണ്. ഓരോ ആളുകളുടെയും ദർജയനുസരിച്ച് എല്ലാവരും ആ കൂട്ടത്തിൽ മൂസാ നബിയും ഈസാ നബിയും ഹാറൂൻ നബിയും നൂഹ് നബിയും ഹൂദ് നബിയും എല്ലാം അവിടെ ഉണ്ടായിരിക്കും. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? സ്വർഗത്തിനെ കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നാളെ നമ്മുടെ സ്വർഗത്തിലെത്താൻ, നമ്മുടെ കുടുംബത്തോടുകൂടി ഭാര്യയുടെയും മക്കളുടെയും ഒപ്പം സ്വർഗത്തിലെത്താണ്. അത് കേൾക്കുമ്പോ ചില ആളുകൾ പറയും, അയ്യോ, ഭാര്യയും ഇവിടുത്തെ ഭാര്യയും മക്കളും അവിടെയോ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ഈ മടുപ്പും ഈ ഉന്മേഷമില്ലായ്മയൊക്കെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. നമ്മുടെ ഭാര്യയും മക്കളെയും നമുക്ക് അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ ആഗ്രഹവും നടത്തി തരും. പക്ഷെ അവിടെ എത്തുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും, കുടുംബത്തോടൊപ്പം. ഒന്ന് ആലോചിച്ച് നോക്ക്, മൂസാ നബിയെ കാണുവാൻ നമ്മൾ പോകുന്ന യാത്ര അങ്ങനെ സ്വപ്നം കാണാൻ കഴിയണം. എന്നാലാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിനെ കുറിച്ച് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുക. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വർഗത്തിൽ നമ്മൾ എത്തി, ആ സ്വർഗപ്രവേശനം കഴിഞ്ഞു. നമ്മുടെ വീടുകളും നമ്മുടെ സമ്പത്തുകളും നമ്മുടെ പൂന്തോട്ടങ്ങളെല്ലാം നമ്മൾ കണ്ടു, ആസ്വദിച്ചു. നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോ യാത്ര പോകുകയാണ്. മൂസാ നബിയെ കാണാൻ, മുഹമ്മദ് നബിയെ കാണാൻ, ആദം നബിയെ കാണാൻ, ഈസാ നബിയെ കാണാൻ, യൂസുഫ് നബിയെ കാണാൻ, യാക്കൂബ് നബിയെ കാണാൻ, ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ മഹത്തുക്കളായ മനുഷ്യരെ മുഴുവനും കാണാൻ, എന്നിട്ട് ആ പ്രവാചകന്മാരുടെ കൂടെ ഒന്നിരിക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരുടെ ചരിത്രം അവരുടെ നാവിൽ നിന്നൊന്ന് കേൾക്കാൻ. എന്തൊരു ആസ്വാദകരമായിരിക്കും ആ ജീവിതം. ഞാൻ പറഞ്ഞു വന്നത്, ഈ യാത്രയിൽ മുഅ്മിനീങ്ങൾ മുഴുവൻ ഈ താഴ്വരയിലേക്ക് യാത്രയാവുകയാണ്. ആ യാത്രയിൽ പ്രവാചകന്മാരുണ്ട്, ശുഹദാക്കളും സാലിഹീങ്ങളും ആബിദീങ്ങളും മഹാന്മാരും എല്ലാവരും ഉണ്ട്. ആ താഴ്വരയിലെത്തുമ്പോ ഓരോ ഇരിപ്പിടങ്ങളിൽ ദർജയനുസരിച്ച് ഓരോ ആളുകളും ഇരിപ്പുറപ്പിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരുമെന്നാണ്. എന്നിട്ട് അവരോട് ചോദിക്കും, എന്റെ അടിമകളെ, സ്വർഗവാസികളെ, യാ ഇബാദി, നിങ്ങൾ തൃപ്തരാണോ? സ്വർഗവാസികളെ, അവിടെ കൂടിയിരിക്കുന്ന സ്വർഗവാസികൾ മുഴുവൻ മറുപടി പറയും, നഅം യാ റബ്ബുനാ, നഅം യാ റബ്ബുനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും മറുപടി പറയുമെന്നാണ്. അല്ലാഹു ചോദിക്കും, എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ? സ്വർഗവാസികൾ പറയും, നാഥാ, നീ ഞങ്ങളുടെ മുഖം നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ, ഇക്കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നില്ലേ, ഞങ്ങൾ സന്തുഷ്ടരാണ് റബ്ബേ. അവിടെ അല്ലാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്നെ കാണണ്ടേ, നിങ്ങൾക്ക് എന്നെ കാണണ്ടേ, ദർശിക്കണ്ടേ? അതിന്റെ മറുപടിയായി സ്വർഗവാസികൾ തക്ബീർ മുഴക്കുമെന്നാണ്. ആ തക്ബീറിന്റെ അകമ്പടിയോടെ സ്വർഗവാസികൾ പറയും, നഅം യാ റബ്ബുനാ, നഅം യാ റബ്ബുനാ, രക്ഷിതാവേ, ഞങ്ങൾക്ക് നിന്നെ കാണണം.
ഞങ്ങളുടെ നയനങ്ങൾ അതിനെ കൊതിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിന്നെ കാണണം, നിന്നെ കാണണം. അള്ളാഹു പറയും, വൈകാതെ നിങ്ങൾ എന്നെ കാണുന്നതാണ്. അത് പറഞ്ഞു തീരുന്നതോടുകൂടി ആ താഴ്വരയാകെ ഒരു ഉഗ്രമായ പ്രകാശം നിറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ആ പ്രകാശം അല്ലാഹു ഉദ്ദേശിച്ചില്ല എങ്കിൽ ആ പ്രകാശത്തിൽ അവിടെയുള്ള മലക്കുകളും സ്വർഗ്ഗവാസികളും മുഴുവൻ കത്തിച്ചാമ്പലായേനെ. പക്ഷേ അല്ലാഹു അവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ മറ നീങ്ങുന്നതോടുകൂടി റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാനെ, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ, ഈ ലോകത്തിന്റെ നിയന്താവിനെ, റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ പൂർണ്ണ നിലാവുള്ള ദിവസം ചന്ദ്രനെ നോക്കിക്കാണുന്നത് പോലെ സ്വർഗ്ഗവാസികൾ മുഴുവൻ അല്ലാഹുവിനെ നോക്കിക്കാണുമെന്നാണ്. കേൾക്കുമ്പോൾ തന്നെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ റബ്ബിനെ അവരെല്ലാവരും നോക്കിക്കാണുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് സ്വർഗ്ഗവാസികളോട് സംസാരിക്കുമെന്നാണ്. ഓരോ വ്യക്തികളോടും അല്ലാഹു സംസാരിക്കും. അല്ലാഹു പറയും, എന്റെ അടിമകളെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യം പിടിക്കുകയില്ല. എന്റെ വാത്സല്യം ഇതാ നിങ്ങൾക്ക് ഞാൻ വാരി ചൊരിഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയാൻ. അവിടെ ഓരോ വ്യക്തിയോടും പടച്ച തമ്പുരാൻ സംസാരിക്കും. ഉനൈസ് എന്ന വ്യക്തിയോട്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും അല്ലാഹു സംസാരിക്കും, പേര് വിളിച്ച് സംസാരിക്കും. അബ്ദുൽ ഖാദർ, അന്ന് രാത്രിയുടെ 3-ാം യാമത്തിൽ നിന്റെ വീടിന്റെ ഇന്നാലിന്ന മുറിയിലിരുന്നു കൊണ്ട് ഹൃദയത്തിൽ വേദനയുമായി നീ എന്നെ വിളിച്ചില്ലേ? അല്ലാഹുവേ എന്ന് നീ എന്നെ വിളിച്ചില്ലേ? ആകാശങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരുന്നു, യാ അബ്ദി എന്ന്. പക്ഷേ അന്ന് നീ അത് കേട്ടിട്ടില്ല. ഇന്നിതാ എന്റെ ശബ്ദം നിനക്ക് കേൾക്കാം. എന്റെ അടിമേ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ചോദിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയുന്നതാണ്. അതാണ് ഏറ്റവും വലിയ വിജയം, അതാണ് ഏറ്റവും വലിയ ആസ്വാദനം. സഹോദരങ്ങളെ, ആ സ്വർഗ്ഗം വരാനിരിക്കുന്നതാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ അശറു ഹഖ്ഖുൻ വൽ ഖബ്റു ഹഖ്ഖുൻ വൽ മൗതു ഹഖ്. എല്ലാം സത്യമാണ്. സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, ഭൂമിയെ പോലെ, മാമലകളെ പോലെ, പറവകളെ പോലെ കണ്ണുകൊണ്ട് കാണുന്ന പ്രപഞ്ചത്തെക്കാൾ സത്യമാണോ ഈ ലോകം കടന്നു വരും എന്നതിന് ആ ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുക. സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ കൈപിടിച്ച് നടന്നു പോകാൻ തയ്യാറെടുക്കുക. അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്. സ്വർഗം ചുറ്റപ്പെട്ടിരിക്കുന്നത് കഷ്ടപ്പാടുകൾ കൊണ്ടാണ്, പ്രയാസങ്ങൾ കൊണ്ടാണ്, ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അൽ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. എളുപ്പത്തിലേക്ക് സ്വർഗ്ഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വസുൽസിലൂ. മുൻഗാമികളായ ആളുകൾ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വിറപ്പിക്കപ്പെടാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സ്വർഗത്തിന് വേണ്ടി, മരണശേഷമുള്ള യഥാർത്ഥമായ അനശ്വര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക, വിയർപ്പൊഴുക്കുക, അധ്വാനിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥാ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകൾ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പ്രവിശാലമായ സ്വർഗം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നിന്റെ ഭീകരമായ നരകത്തിൽ നിന്ന് നിന്റെ വാത്സല്യം കൊണ്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين.